പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് ജൂലൈ മാസം 4-ാം തീയതി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്നത് യോഹന്നാൻ ശ്ലീഹായുടെ 2-ാം ലേഖനം 1-ാം അധ്യായം 7-ാം തിരുവചനം. അവിടെ വചനം വെളിപ്പെടുത്തുകയാണ്, വളരെയധികം വഞ്ചകർ ലോകത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. വളരെയധികം വഞ്ചകർ. ആരാണ് ശരിക്കും വഞ്ചകർ എന്ന് പറഞ്ഞാൽ? അതായത് അവർ പറയുന്നതെല്ലാം സത്യമായിട്ട് നമുക്ക് തോന്നും. എന്നാൽ പ്രിയ സഹോദരങ്ങളെ, ശരിക്ക് നമ്മളുടെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവ് നൽകിയ ഉന്നതമായ ബോധ്യങ്ങൾ മുഴുവൻ കാർന്നു തിന്ന് വെറുപ്പ്, വൈരാഗ്യ ചിന്ത, അധികാരത്തോട് നിന്നാ മനോഭാവം, ഇങ്ങനെ ശരിക്ക് പരിശുദ്ധാത്മാവിലൂടെ നമുക്ക് ലഭിച്ചിട്ടുള്ള എല്ലാ കൃപാവരങ്ങളെയും നശിപ്പിക്കുന്നവരാണ്, കൗശലക്കാരാണ് വഞ്ചകർ. സർപ്പം വഞ്ചിച്ചു എന്നൊക്കെ പറയുന്നില്ലേ, ഇതുപോലെ വഞ്ചകർ. വചനം പറയാണ്, വളരെയധികം വഞ്ചകർ നിങ്ങളുടെ ഇടയിലുണ്ട്. ദൈവവചനം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറയുന്ന ഒരു സത്യമാണ് സഹോദരങ്ങളെ. വളരെയധികം വഞ്ചകർ ചിലപ്പോൾ നമ്മളുടെ കൂട്ടായ്മകളിലുണ്ടാകാം, ചിലപ്പോൾ ഇടവക സമൂഹങ്ങളിലുണ്ടാകാം, അല്ലെങ്കിൽ ചിലപ്പോൾ പുറമേ സോഷ്യൽ മീഡിയയിലൂടെ വലിയൊരു ഒരു സംഭവമാണ്. സോഷ്യൽ മീഡിയയിലൂടെ ഇത് കടന്നു വരാം നമ്മുടെ ജീവിതത്തിലെ പ്രിയ സഹോദരങ്ങൾ. അതുകൊണ്ട് തന്നെ നമ്മൾ കൃത്യമായി വേലി കെട്ടി നമ്മളെ തന്നെ സംരക്ഷിക്കുന്നതിൽ എല്ലാതും നമുക്കറിയാം. നമ്മളൊരു വീടിന് ജനവാതിലും വാതിലൊക്കെ വെക്കുമ്പോൾ ആവശ്യം നേരത്തെ അടയ്ക്കും, അല്ലെ, ആവശ്യം നേരത്തെ തുറക്കും. ഇതുപോലെ തന്നെയാണ് എപ്പോഴും ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ള തട്ടിൽ പിതാവ് ഞങ്ങളോട് പറയാറുണ്ട്. നമ്മുടെ ശ്രേഷ്ഠ മെത്രാപ്പൊലീത്തയായിരുന്നു ഞങ്ങളുടെ സെമിനാറിലെ റെക്ടർ. അപ്പോൾ പിതാവ് പറയാറുണ്ട്, മക്കളെ, കണ്ണുള്ളത് അടയ്ക്കാനും തുറക്കാനും, ആവശ്യം നേരത്തെ തുറക്കാനും, കാതുള്ളത് അടയ്ക്കാനും തുറക്കാനും. നമ്മുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് സഭയ്ക്കെതിരേക്കായിട്ടുള്ള സംസാരവും കാര്യങ്ങളൊക്കെ ഒരു പരിധിയിൽ ശക്തമായിട്ട് വരുമ്പോൾ നമ്മൾ അതിൽ ആർമാദിക്കുന്ന ഒരു മാനസികാവസ്ഥ വന്നു കഴിഞ്ഞാൽ വേറൊന്നും നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല. നമ്മുടെ ആത്മീയ ജീവിതം അപ്പം തന്നെ നമുക്ക് ജപമാല എല്ലാം പറ്റില്ല, പ്രാർത്ഥിക്കാൻ പറ്റില്ല. എല്ലാ സഭയോട് ഈശോ നമ്മെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.